പുതുമഴ കിട്ടിക്കഴിയുമ്പോഴാണല്ലേ ഇഞ്ചി മഞ്ഞളൊക്കെ നടേണ്ട സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഞാൻ മഞ്ഞൾ നടാൻ പോവാണ് കേട്ടോ. അതിനുള്ള വാരം കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നനവ് കുറവുണ്ടായി മണ്ണിന്. അപ്പോൾ അതിന് ഞാൻ നനച്ചൊക്കെ കൊടുത്തിട്ടാണ് വാരമൊക്കെ കോരി സെറ്റാക്കണത്. വാരം കോരി സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കുഴികളായിട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി അതിലേക്കാണ് മഞ്ഞൾ നട്ടു കൊടുക്കേണ്ടത്. ഇതാണ് നടാൻ ഉദ്ദേശിക്കുന്ന മഞ്ഞൾ. 3 കിലോ മഞ്ഞളുണ്ട് കേട്ടോ നടാനായിട്ട്. അപ്പോൾ ചെറിയ ചെറിയ മുളകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മഞ്ഞളിൽ. അപ്പോൾ ഓരോ കുഴിയിലായിട്ട് 1-2 വീതം വെച്ചിട്ട് എല്ലാ കുഴിയിലും നിരത്തി ആദ്യം ഇട്ട് കൊടുത്തു കേട്ടോ. എല്ലാവിടെയും ഈക്വലായിട്ട് രീതിയിൽ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഞാൻ കരിയില കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചാക്കിൽ. അപ്പോൾ അതാണ് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കുഴിയിലായിട്ട് കുറേശ്ശെ കരിയില അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിയില കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചാണകപ്പൊടിയാണ്, ചാണകം ആണ് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ കുഴിയിലേക്കും കുറേയല്ല, എന്നാലും കുറച്ച് ഒരു പിടി അത് നന്നായിട്ട് വളരുമ്പോൾ തന്നെ കരുത്തോടു കൂടി ഒക്കെ വളരാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫുള്ളായിട്ട് മണ്ണിട്ട് മൂടും. അപ്പോൾ അതിന് മുന്നായിട്ട് ചെറിയതായിട്ട് മണ്ണ് ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ഉറപ്പിച്ച് വെച്ചതാണ് കേട്ടോ മഞ്ഞൾ. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നടുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് കേട്ടോ നടാറ് മഞ്ഞൾ. അതിന് ശേഷം നല്ലോണം മണ്ണ് അതിൻ്റെ മുകളിലേക്ക് വെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ പൊതയിടണം. അതുപോലെ ചപ്പ് ചവറ് ചടാലൊക്കെ ഇട്ട്. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ പുല്ല് ചെത്തിയതൊക്കെ ഉണ്ടായി, അതൊക്കെയാണ് ഇട്ട് കൊടുത്തത്. അതൊക്കെ ഉണങ്ങി. ഇതിപ്പോൾ നോക്കിയേ, ഒരു 3 ആഴ്ച ആവുന്നതേ ഉള്ളൂ കേട്ടോ. എൻ്റെ മഞ്ഞൾ അവിടെ ഇവിടെയൊക്കെ തലപ്പ് നീണ്ട് വന്ന് മുളച്ച് തുടങ്ങിയിട്ടാ. കാണുമ്പോഴൊക്കെ നല്ല സന്തോഷമുണ്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും മഞ്ഞളൊക്കെ ഉഷാറായിട്ട് മുളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്.